ഹലോ ഗൈസ്, പുതിയൊരിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സീ ടോക്സ് നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും എന്ന കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കുക ഗൈസ്. ഇൻസ്റ്റാഗ്രാം പേജിന്റെ ID ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന് ഓർക്കുക ഗൈസ്, സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. കഷ്ടമുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് വായിക്കാം. സാറേ 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 എന്താണോ എന്താടാ ഇപ്പേ? സാറേ, ആദ്യം ഒരു പ്രശ്നമുണ്ട്. എന്ത് പറ്റി? ആ ആർസണല് കപ്പടിച്ച്. ഇവിടെ നമ്മള് പോയിന്റ് ടേബിള് മര്യാദക്ക് നിന്നോണ്ടിരുന്നതാണല്ലോ. ഇപ്പൊ എന്ത് പറ്റി? നമ്മള് ഒന്ന് സമനിലയായി ലാസ്റ്റ് മാച്ച്. അവന്മാര് കപ്പടിച്ച്, അവന്മാര് കപ്പ് തൂക്കിക്കൊണ്ട് പോയി. എന്ത് ഒരു മാച്ചിന് മുമ്പേ തന്നെ അവന്മാര് കപ്പും തൂക്കിക്കൊണ്ട് പോയല്ലേ. എടോ പെപ്പേ, താൻ പുറത്തു പോകാൻ റെഡി ആയിക്കോളോ. അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകാൻ തന്നെ പോകുന്നത്. ഞാൻ എന്തായാലും ഈ സീസൺ ക്ലബ്ബ് വിടും. കാരണം വെച്ചാൽ എനിക്ക് ഇനി വയ്യ. ഞാൻ എന്തായാലും ലെജൻഡ് ആയിട്ടാ പിള്ളേരുടെ മനസ്സിൽ പോകുന്നത്. 2016 ശേഷം ഇതൊക്കെ കിട്ടി തുടങ്ങി. അതിനു മുമ്പ് ഒരു വട്ടപ്പൂജ്യല്ലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി. എന്നാലും ഞാൻ ആലോചിക്കാടോ, ഈ സീസണിൽ ഈ വർഷം എന്തുവാടോ മൈക്കിൾമാരുടെ വർഷവും. ഒരിടത്ത് മൈക്കിൾ ക്യാരിക്ക് എന്ന് പറഞ്ഞ ഒരുത്തൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കൊണ്ടുവന്ന്, ഒരിടത്ത് മൈക്കിൾ ആർട്ടിറ്റ എന്ന് പറഞ്ഞവൻ ആർസണലിനെ കപ്പടിപ്പിക്കുന്നു. അതും 2 പതിറ്റാണ്ടിന് ശേഷം. ഇവന്മാരെന്തോ മൈക്കിൾ ജാക്സന്റെ ഫാൻസാ. എന്തായാലും ഞാൻ അങ്ങേരൊന്ന് വിളിക്കട്ടെ. മറ്റൊരു യൂണിവേഴ്സിൽ അങ്ങ് ഇമറേറ്റ്സിൽ. എടോ മൈക്കിളപ്പനാ. ഇനി ഞാൻ അങ്ങനെ വിളിക്കും സ്നേഹത്തോടെ. മൈക്കിൾ ആർട്ടിറ്റെ എന്ന് വിളിക്കുന്നില്ല, മൈക്കിളപ്പ. എടോ, താൻ കാരണം 22 വർഷങ്ങൾക്ക് ശേഷം നമ്മള് കപ്പടിച്ചടോ. അത് ആ സിറ്റിന്ന്. അത് നമ്മുടെ കഴിവ് മാത്രമല്ല സാറേ, സിറ്റിയുടെ കഴിവേടും കൂടെ ഉണ്ട്. എന്തായാലും ഓക്കെ. എന്തായാലും ചാമ്പ്യൻസ് ലീഗ് കൂടെ അടിക്കണം സാറേ. അതൊക്കെ വേണം എനിക്ക്. എന്തുവാ ബോട്ട്ലേസ് എന്ന് പറഞ്ഞ് നമ്മളെ അധിക്ഷേപിച്ച് നമ്മളെ വിമർശിച്ചവന്മാരുടെ മുന്നിൽ ചെന്ന് എനിക്കൊന്ന് നീക്കണം. പരമനാറികൾ, ചെറ്റകൾ. എനിക്ക് അവന്മാരെ ഒന്ന് കാണണം. നാറികൾ. ഒരു മിനിറ്റ്. എന്തായാലും അടുത്ത സീസൺ എന്ത് പരിപാടി? സീസൺ നമ്മൾ ഇതിലും തൂക്കും സാറേ. അത് തന്നെ വേണം. ഒരു മിനിറ്റ്. ഓഹോ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഓണർ. ഹലോ സാറേ. കൺഗ്രാജുലേഷൻ. ഓക്കെ, താങ്ക് യു. എന്തായാലും 22 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കപ്പടിച്ചത്. അതെ, എന്തായാലും നമ്മളോട് അനുസരിച്ച് അതിയായി പോയി കേട്ടോ. ഇത്രയും മാഞ്ചസ്റ്റർ സിറ്റി ഒക്കെ അല്ലേ. മാറി എനിക്ക് എത്ര നാളുണ്ടോ ഇത് പറയാൻ. ഇത്രയും കപ്പും വാരിക്കൂട്ടി, ഇത്രയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും എല്ലാം വാരിക്കൂട്ടിയിട്ടേ ഞങ്ങൾ 22 വർഷങ്ങൾക്ക് ശേഷം പ്രീമിയർ ലീഗ് നേടുന്ന. ഞങ്ങൾ ആഘോഷിക്കൂറോ. അതും മൈക്കിളപ്പനും പിള്ളേരും കൂടെ നല്ല സൂപ്പറായിട്ടാണ് നേടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ആഘോഷിക്കും. ചാമ്പ്യൻസ് ലീഗ് കൂടെ പറ്റുമെങ്കിൽ എടുക്കൂടോ. താനൊക്കെ ഇനി വിരലും ഉറിഞ്ചിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക. താങ്കൾ വിളിക്കുന്ന ഫോൺ ഇപ്പോൾ ബിസിയാണ്. വെച്ചിട്ട് പോയല്ലേ, കുറച്ചുകൂടെ കൊടുക്കാൻ. അതേസമയം മറ്റൊരു യൂണിവേഴ്സിൽ അങ്ങ് പോർച്ചുഗലിൽ. ഹലോ മോനെ. ഹലോ, ഞാൻ ഡിയാഗോ ചോട്ടയാണ്. എടാ പൊട്ട പ്രാന്ത. എടാ മോനെ. നിനക്ക് എന്താ പറ്റിയത്? ഡിയാഗോ ചോട്ടയാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെയൊന്നും എന്റെ പേര് എലി ജൂനിയർ. എലി. നിനക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കളിക്കാനുള്ള അവസരമല്ലേടാ മോനെ നീ കൊണ്ട് കളഞ്ഞത്. നിന്റെ അച്ഛൻ അങ്ങനെ പറയാൻ വന്നല്ല. നിന്റെ അച്ഛൻ ഐവറി കോസ്റ്റുകാരൻ, നിന്റെ അമ്മ, നിന്റെ ഗ്രാൻഡ് മദർ പോർച്ചുഗീസുകാരി, നീ ജനിച്ചത് ഫ്രാൻസിൽ. അപ്പൊ നിനക്ക് 3 രാജ്യത്തിൽ ഏതെങ്കിലും ഒന്നിനു വേണ്ടി കളിക്കാം. അതല്ലേ ഞാനും ചെയ്തോളൂ. എനിക്ക് പോർച്ചുഗലിന് വേണ്ടി കളിക്കാൻ റോബർട്ടോ മാർട്ടിനസ് വിളിച്ചു, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. എന്നാലും ഇതിഹാസങ്ങളുള്ള രാജ്യമല്ലേടാ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കളിക്കായിരുന്നല്ലോ. അത് നിന്റെ 19-ാം വയസ്സിൽ. ഇത് ബുദ്ധിമോശമെന്ന് ഞാൻ പറയത്തോളൂ മോനെ. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ബുദ്ധിമോശമെന്നേ പറയത്തോളൂ. അതിപ്പം ചേട്ടാ, അതിപ്പോ എങ്ങനെയാ? എന്റെ സ്റ്റാറ്റസ് വാട്സപ്പ് ഇട്ടാ മതിയാ. ഡിയാഗോ ചോട്ടാ, ഞാൻ വെള്ളം വിളിച്ചു ചേട്ടാന്ന് വിളിച്ചു കൊണ്ട് എന്നോട് വേറൊന്നും വിളിപ്പിക്കരുത് കേട്ടല്ലേ. ഞാൻ ഫ്രാൻസിന് വേണ്ടി കളിക്കാം. എംബാപ്പയെ കൊണ്ടവിടെ. എംബാപ്പയുടെ ഐഡലാണ് ഈ റൊണാൾഡോ. എന്നാലും നീ ആലോചിച്ചിട്ട് വിളിക്ക്. എന്തായാലും ഇനി റോബർട്ടോ മാർട്ടിനസ് എടുക്കുമ്പോൾ ഡൗട്ടാ. ഫ്രാൻസിന് വേണ്ടി കളിച്ച് നീ മുടിഞ്ഞേ പോകൂടാ. അല്ല, അങ്ങേര് ആരെന്നാ പറഞ്ഞ? ഡിയാഗോ ചോട്ട. ഡിയാഗോ ചോട്ടയല്ലേ?
കഴിഞ്ഞ ജൂലൈയിൽ മരിച്ച്. അപ്പൊ ഇതാരാ വിളിച്ച്? മറ്റൊരു യൂണിവേഴ്സിൽ അങ്ങനെ ബ്രസീലിൽ. മെസ്സി ഒന്നും വിളിച്ചില്ലല്ലേ? അല്ല മെസ്സി ബ്രോ വാട്സാപ്പ്. വാട്സാപ്പല്ല ട്വിറ്റർ ഇറങ്ങിപ്പോടാ. മെസ്സി ബ്രോ ഞാനും ഉണ്ട് ഇത്തവണ വേൾഡ് കപ്പിൽ, നമുക്ക് പൊളിക്കണം, നമുക്ക് ആഘോഷിക്കണം. ഞാൻ എന്തായാലും ഒരു ലക്ഷറിക്ക് വേണ്ടി കപ്പ് വരാൻ വന്നു. എന്നാ ഞാൻ എനിക്ക് നേടിയേ പറ്റൂ. എന്തായാലുവേ എന്നെ കുറെ പുച്ഛിച്ച് നാറികള് പരനാറികൾ ഇപ്പൊ ഇതെല്ലാം കാണുന്നുണ്ടായതല്ലേ. ഞാൻ തൊട്ടാവാടി എന്നൊക്കെ പറഞ്ഞു മതി. ഇപ്പൊ അവന്മാര് വീഡിയോസ് ഒക്കെ എടുത്ത് കാണട്ടെ. ബ്രസീലിലൊക്കെ ആഘോഷം എന്നെ ടീമിലെടുത്തേന്. എന്റെ പേര് പറഞ്ഞപ്പോൾ ഉള്ള ആഘോഷം കണ്ടായിരുന്ന മെസ്സി നിങ്ങള്? അതായത് കണ്ടായിരുന്നു. നീ എന്റെ ഒറ്റ സുഹൃത്തല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷം. എന്നാലും നീ എന്ത് പന്ന പരിപാടിയാണ് കാണിച്ച അവിടെ കടന്ന്? ടീമില് നീ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ നിന്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തു നോക്കുമ്പോ എന്ത് അപരാധമാണ് നീ കാണിക്കുന്ന? അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ആഘോഷം, എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പം. കാരണം കുറെ നാളുകൾക്ക് ശേഷം ടീമിൽ വരുന്നത്. എന്തൊക്കെ ചെയ്ത് ഞാൻ എഴുതി വരെ ഒപ്പിട്ട് കൊടുത്ത് അങ്ങേരെ അടുത്ത്, ഞാൻ റിസർവ് ബെഞ്ച് വരെ ഇരുന്നോളാന്ന്. ഒരു ഐക്കോൺ പ്ലെയറാ. അപ്പൊ ഐക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇവിടെ. അടിമയെ പോലെ പട്ടിയെ പോലെ പണിയെടുക്കണം, അല്ലെങ്കിൽ ഐക്കൺ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും കാർലോ ആൻസലോട്ടി എടുത്ത് ഇപ്പൊ എനിക്ക് ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. ചില സമയത്ത് ഈശ്വര ഭഗവാൻ അങ്ങേർക്ക് നല്ല മാത്രം വരുത്തണേ. ചില സമയത്ത് ആ പന്ന കിളവന്റെ സ്വഭാവം കാണുമ്പോൾ വെച്ചു ചോരയ്ക്കാൻ തോന്നും. എന്തായാലും നമ്മള് ഇത്തവണ വേൾഡ് കപ്പിൽ പൊളിക്കല്ലേ. പരിക്കൊന്നും വന്നില്ലേ പൊളിക്ക. മോശം വർത്താനം പറയാതറ. എന്തായാലും നമുക്ക് അമേരിക്ക വെച്ച് കാണാം. ശരി എന്നാ. ഇവിടെ വേൾഡ് കപ്പ് ടീമൊക്കെ പ്രഖ്യാപിക്കാറായി. ശരി എന്നാ. പിന്നെ ആന്റോണിന ചേച്ചി എടുത്ത് എന്റെ അന്വേഷണം പറഞ്ഞേക്ക്. ശരി എന്നാ. ശരി. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വരുന്നത് വരെ